ഇന്നലെ റയൽ മാഡ്രിഡ് വേഴ്സസ് എസ്പാനിയോൾ കളി ഉണ്ടായിരുന്നു. അപ്പോൾ റയൽ മാഡ്രിഡ് ഫാൻ എന്നുള്ള നിലയിൽ ഞങ്ങളോടൊരു കാര്യം ചോദിക്കാം. ഇന്നലത്തെ കളിയിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? നിങ്ങൾ കമൻറ്റിൽ പറയും. അപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഡിഫൻസ് കൊണാറ്റെ, ഹ്യൂസണ്, ഡംഫ്രൈസ് നല്ല കളിയായിരുന്നു. അൽവാരോ കാരേരസ് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ലോണം ആ ഒരു പൊസിഷന് വേണ്ടിയിട്ട് കളിക്കുന്നുണ്ട്. ഈ ബെർണാർഡോ സിൽവ ആണെന്നുണ്ടെങ്കിൽ ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ എന്നുള്ള ഒരു പൊസിഷനിലാണ് കളിച്ചത്, ക്രിയേറ്റീവ് പ്ലേ മേക്കർ എന്നുള്ളൊരു സാധനത്തിൽ. അപ്പോൾ ആ ഒരു സാധനം കറക്റ്റായിട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിലും ചൗമേനി അല്ലെങ്കിൽ വേറൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആ ഒരു പൊസിഷൻ സ്റ്റിൽ എം ടി ആയിട്ടാണ് കിടക്കുന്നത്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. ആർദാ ഗുളർ എടുത്ത് പറയേണ്ട ഒരു കളിയാണ് കളിക്കുന്നത്. നല്ല അടിപൊളി. പ്ലേ മേക്കിംഗ്, പിന്നെ സ്കിൽസ് ഒന്നും പറയാനില്ല. അത് നിങ്ങൾ കണ്ടതല്ലേ. പിന്നെ വിനീഷ്യസിനെ പറ്റി പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ആ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി എനിക്ക്, സീരിയസ്ലി. പക്ഷേ ഒരു കളി കൊണ്ട് നമുക്ക് വിനീഷ്യസിനെ ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. കാരണം വിനീഷ്യസ് റയലിന് വേണ്ടിയിട്ട് കുറേ നേടി തന്നിട്ടുള്ള ആളാണ്. ആ 2024 ചാമ്പ്യൻസ് ലീഗിലാണെന്നുണ്ടെങ്കിലും ഓൻ്റെ ഒരു എഫേർട്സ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. പിന്നെ ബെല്ലിങ്ങാം ഫുൾ എഫേർട്ട് ഇട്ടിട്ടാണ് കളിക്കുന്നത്. അത് നമ്മളാ പ്ലേയിങ് സ്റ്റൈൽ, എനിക്ക് സത്യം പറഞ്ഞാൽ പെഡ്രി ഓർ ബെല്ലിങ്ങാം എന്നുള്ള ഒരു സാധനത്തിൽ കറൻ്റ്ലി എനിക്ക് ബെല്ലിങ്ങാമിനെ കൂടുതൽ ഇഷ്ടം. അതെന്താ നിങ്ങളെ അഭിപ്രായം? നിങ്ങളൊന്ന് പറയും. എൻ്റെ അഭിപ്രായത്തിൽ കറണ്ട് സിറ്റുവേഷനിൽ പെഡ്രി വേഴ്സസ് ബെല്ലിങ്ങാം നോക്കുമ്പോൾ എനിക്ക് ബെല്ലിങ്ങാമാണ് കുറച്ചും കൂടി സീനായിട്ട് തോന്നിയത്. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കും. പിന്നെ എംബാപ്പെ വിനീഷ്യസ് ഈഗോ ക്ലാഷ് ആണോ എന്താണോ സംഭവം ഒന്നും നമുക്ക് മനസ്സിലാവണില്ല. പിന്നെ കാർലോസ് SP എടുത്ത് പറയേണ്ട ഒരു പ്ലെയർ. കുറച്ച് പ്ലേ ടൈമേ കിട്ടിയിട്ടുള്ളൂ, പക്ഷെ ആ ഒരു പ്ലേ ടൈമിൽ ഓൻ എന്തെല്ലാം കാട്ടിക്കൂട്ടിയേ. ആ ഒരു ഗോളും നമ്മളെ സത്യം പറഞ്ഞാൽ 2024 ജോസയിലും ഉണ്ടല്ലോ, ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ബെറ്റർ ആവും. ബെൻസിമ ആ ഒരു റേഞ്ചിൽ എത്താനുള്ള ഒരു പ്ലെയർ അവനുണ്ട്. അപ്പോൾ എന്താ നിങ്ങളെ അഭിപ്രായം? നിങ്ങളൊന്ന് കമൻറ്റിൽ പറയും.